Okay, guys, today we'll start a new chapter which is moving charges and magnetism. Actually, from the previous chapter, there is one topic pending, that is conversion of galvanometer into voltmeter and ammeter. But since the same topic is repeated in this chapter, that is moving charges and magnetism, that is chapter 4, I will be taking that topic in this one. Okay, because it is better if you can link magnetism with galvanometer, because if you learn the same topics just without studying magnetism, I don't think you will understand why the coil is moving in the left direction or right direction whatsoever. When you are giving current to a galvanometer, why it is rotating, etc., can be learned only if you understand the concept of magnetism. Okay, so we'll move on to the chapter which is chapter 4 with moving charges and magnetism. Chapter 4, moving charges and magnetism. So as you can understand from the name itself, this charges something which is related with electricity, magnetism which is a completely different topic. So earlier days, when you consider history, earlier if you consider lightning, etc., they were considered to be a supernatural phenomena, but science started to elaborately study those concepts, and they understood that something scientific is happening, that's why the lightning is happening. But at that time also, electricity and magnetism was considered as two different topics. Nobody was sure if, or nobody were able to say that there was some linking or connection between electricity and magnetism. Magnetism electricity തമ്മിൽ എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് പൂർവികർ നമ്മുടെ മുമ്പത്തുള്ള ആൾക്കാർക്കൊന്നും പറയാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ 1820 ഒക്കെ ആയപ്പോൾ, അതായത് ഒരു 18th സെഞ്ച്വറി എന്ന് പറയാം, ആ സമയമായപ്പോൾ കുറച്ച് സയൻറ്റിസ്റ്റുമാർ, ഇതൊക്കെ നിങ്ങൾ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിച്ചിട്ടുള്ളതാണ്, ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറയണമെന്നേ ഉള്ളൂ. സയൻറ്റിസ്റ്റുകൾ ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ മാഗ്നറ്റിസം ഇലക്ട്രിസിറ്റിയുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ കൂടുതൽ പഠിക്കാനുള്ള കേൾക്കാനുള്ള പേരുകൾ, ഫാരഡേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഓൾസ്റ്റഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മാക്സ്വെൽ എന്ന് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും തമ്മിലുള്ള ബന്ധം പറഞ്ഞിട്ടുള്ളൊരു മനുഷ്യനാണ്, അല്ലെങ്കിൽ സയൻറ്റിസ്റ്റാണ് മാക്സ്വെൽ കേട്ടോ. Anyways, so first we will start with the basic of magnetism, or a relationship between electricity and magnetism was first found by Oersted. അപ്പോൾ ഓൾസ്റ്റഡ് എക്സ്പെരിമെൻ്റ് ഒക്കെ നിങ്ങൾ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ 9ാം ക്ലാസ് മുതൽ പഠിക്കണോ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു 10ലാന്ന് തോന്നുന്നുണ്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ ചാപ്റ്ററും തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ കുറേയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നതാണ്. അപ്പോൾ ഒന്ന് നമുക്ക് എന്ത് ചെയ്താൽ മതി, റിഫ്രഷ് ചെയ്താൽ മതി. സോ വിൽ ഗോ വിത്ത് ദ ഫസ്റ്റ് സെക്ഷൻ, ദറ്റ് ഈസ് ഓൾസ്റ്റഡ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ നിങ്ങളിത് പഠിച്ചിട്ടുണ്ടാവും, ഓൾസ്റ്റഡ് ഒരു ബൈ മിസ്റ്റേക്ക് കണ്ടുപിടിച്ചതാണ് എന്താ ഇലക്ട്രിസിറ്റി കാരണം മാഗ്നറ്റിസം ഉണ്ടാവുന്നു എന്നൊക്കെ. എന്നിട്ട് നിങ്ങളൊരു എക്സാമ്പിൾ, ഒരു ഫിഗറൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അത് തന്നെയാണ് നമ്മളിവിടെ റിപ്പീറ്റ് ചെയ്തിട്ട് എടുക്കാൻ പോകുന്നത്. ബട്ട് ഐ എം ഗോയിങ് ടു ടേക്ക് ഇറ്റ് അഗെയിൻ സോ ദാറ്റ് വി ക്യാൻ ലിങ്ക് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം ലേറ്റർ ഓൺ. അപ്പോൾ ഓൾസ്റ്റഡ് ചെയ്ത എക്സ്പെരിമെൻ്റ് എന്തായിരുന്നു? ഹി ടുക്ക് എ ബാർ ലൈക്ക് ദിസ്, വി വിൽ സേ ഇൻ ദ ഫിസിക്സ് ഇറ്റ് ഈസ് എ കണ്ടക്ടർ, ആൻഡ് ദിസ് കണ്ടക്ടർ വാസ് ഇൻസൈഡ് എ ടേബിൾ. ഇൻസൈഡ് എ ടേബിൾ എന്ന് പറഞ്ഞാൽ ഒരു ഹോൾ ഡ്രിൽ ചെയ്തിട്ടേ അതിലേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ് ഈ ബാറ് കേട്ടോ. റൈറ്റ്, അപ്പോൾ അത് മനസ്സിലാക്കി ഇവിടെ വരെ വരച്ചാൽ മതി. ഇതൊക്കെ ബാർ നിങ്ങളുടെ ടേബിളാണ്. റൈറ്റ്, ക്ലിയർ ആവുമ്പോൾ ഇങ്ങനെ ആദ്യം ഈ ബാറിലേക്ക് നമ്മൾ കറണ്ടൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് കെപ്റ്റ് ദിസ് ബാർ ആസ് ഇറ്റ് ഇസ്. ഇതിന് ശേഷം നമ്മൾ ഈ ബാറിലേക്ക് ഒരു സപ്ലൈ കണക്ട് ചെയ്യുക ചെയ്തത്. അപ്പോൾ ഇദ്ദേഹം ചെയ്തപ്പോൾ അതൊരു ബൈ മിസ്റ്റേക്ക് ആയിരുന്നുവെങ്കിലും നമ്മളിത് പഠിക്കുമ്പോൾ വിൽ ഡു ഇറ്റ് വിത്ത് ദ പ്രോപ്പർ ഹൗ ഇറ്റ് വുഡ് ഹാപ്പൻ. ആക്ച്വലി എന്താണ് സംഭവിച്ചതെന്ന് വെച്ചിട്ടാണ് പഠിക്കുക. ആൻഡ് ദെൻ ഇതിന് കൂടാതെ ഈ ടേബിളിൻ്റെ മുകളിൽ ഒരു അബദ്ധവശാൽ സാധനം വെച്ചിട്ടുണ്ടായിരുന്നു, പഠിച്ചിരുന്നു. എന്താ? ഒരു കോമ്പസ്. റൈറ്റ്, കോമ്പസിന് 2 ഭാഗങ്ങളുണ്ടാവും എന്നറിയാമല്ലോ. ഈ റെഡ് കളറിൽ ഡാർക്ക് നെയ്തറിൽ വിൽ മേക്ക് ഇറ്റ് ആസ് നോർത്ത്, ദ അതർ പാർട്ട് വൈറ്റിഷ് ആയിട്ടുള്ളത് നമുക്ക് സൗത്ത് ആയിട്ട് വയ്ക്കാം. ഇങ്ങനൊരു കോമ്പസ് വട്ടത്തിലാണ് ഉണ്ടാവുക, അല്ല അതിൻ്റെ ഉള്ളിലത്തെ നീഡിലാണ്, അല്ലേ? മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളൊരു വസ്തുവാണ് ഈ കോമ്പസ് എന്ന് പറഞ്ഞാൽ. റൈറ്റ്, ആൻഡ് കോമ്പസിൻ്റെ പ്രത്യേകത എന്താ? ഈ റെഡ് പോർഷൻ, ദാറ്റ് ഈസ് ഇഫ് ഇറ്റ് ഇസ് നോർത്ത്, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ നോർത്ത് ഡയറക്ഷൻ ഓഫ് ദ എർത്ത്. ദ നെക്സ്റ്റ് സൗത്ത് ഇൻഡിക്കേറ്റ്സ് ദ സൗത്ത് ഡയറക്ഷൻ ഓഫ് ദ എർത്ത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സ്റ്റാഗ്നൻ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്ത് സപ്ലൈ കണക്ട് ചെയ്തില്ല. ആദ്യം നമ്മൾ സപ്ലൈ കണക്ട് ചെയ്തിരുന്നില്ല, ഇപ്പോൾ സപ്ലൈ കണക്ട് ചെയ്തു എന്ന് തന്നെ ഇരിക്കാം.
അപ്പോൾ ഇപ്പോൾ നമുക്ക് സപ്ലൈൻ്റെ ഡയറക്ഷൻ ഒന്ന് മാറ്റാം കേട്ടോ. അപ്പോൾ വരയ്ക്കാൻ സുഖത്തിന് വേണ്ടിയിട്ടാണ് ഐ എം ഗോയിങ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ദി സപ്ലൈ. സപ്പോസ് ദിസ് ഇസ് നെഗറ്റീവ് ആൻഡ് ദിസ് ഇസ് പോസിറ്റീവ്, റൈറ്റ്. അപ്പോൾ വരയ്ക്കാൻ സുഖത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കറണ്ട് ഏത് ഡയറക്ഷനിൽ വരിക? ഈ ഡയറക്ഷനിൽ കറണ്ട് വരും, ഇങ്ങനെ കറണ്ട് പോകും, ഇങ്ങനെ കറണ്ട് പോകും അല്ലേ, ഐൻ്റെ ഡയറക്ഷനിൽ, റൈറ്റ്. നൗ ഐ എം ഗോയിങ് ടു റീഡ്രോ ദിസ് ഡയഗ്രാം ഹിയർ, റൈറ്റ്. ഇതേ സാധനം ഞാൻ കുറച്ച് ഇനി ഈ സപ്ലൈ ഞാൻ വരയ്ക്കാൻ പോകുന്നത് നമുക്ക് എന്ത് വരച്ചാൽ മതി? ഈ കറണ്ടുള്ള ഈ കണ്ടക്ടർ മാത്രം ആവശ്യമുള്ളൂ. സോ വി ആർ ഗോയിങ് ടു ഡ്രോ ഇറ്റ് അഗെയിൻ ഗൈസ്. അപ്പോൾ ടേബിൾ ഒന്നും കൂടി ഞാൻ വരയ്ക്കുകയാണ്, റൈറ്റ്. ഈ ടേബിളിൻ്റെ മുകളിൽ ഒരു ബാർ കണ്ടക്ടർ വെച്ചു, ആൻഡ് ദ കണ്ടക്ടർ ഇസ് ഹാവിങ് കറണ്ട് ഇൻ അപ്വേർഡ് ഡയറക്ഷൻ. ക്ലിയർ ആവുണ്ട് വിചാരിക്കണം, റൈറ്റ്. ഇനി ഈ കറണ്ട് ക്യാരി കണ്ടക്ടറിൻ്റെ അടുത്ത് എന്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ യു ആർ സെയിങ് ദർ ഇസ് എ കോമ്പസ്, ഒരു കോമ്പസ് ഉണ്ടായിരുന്നു എന്ന്, റൈറ്റ്, വിത്ത് നോർത്ത് ഡയറക്ഷൻ വിത്ത് ദ ഡാർക്കസ്റ്റ് പാസ്റ്റ്. അപ്പോൾ കറണ്ട് മുഴുകി തുടങ്ങും തോറും ആദ്യം കുറച്ച് കറണ്ട് കൊടുത്തിരുന്നുള്ളൂ, കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ കറണ്ട് സ്വല്പം കയറ്റി കൂടുതൽ വരുത്തുമ്പോൾ ഇപ്പോൾ ഈ കോമ്പസിൻ്റെ ഈ നീഡിൽ ഇങ്ങോട്ട് ഡയറക്ഷൻ ക്ലിയർ ആവുമ്പോഴേക്കിന് ഇപ്പോൾ ഇങ്ങനെയായിരുന്നു നിന്നിരുന്നത്, കുറച്ചായിട്ട് ഇങ്ങനെ ചെരിയാൻ തുടങ്ങി. പക്ഷേ മാക്സിമം ഒരു പോയിന്റ് വരെ കറണ്ട് കൂടുമ്പോൾ കേട്ടോ, കുറച്ച് കഴിഞ്ഞാൽ മാക്സിമം ഇത് ഇവിടം വരെ ഇങ്ങനെ നിന്നുണ്ടാവും, പിന്നെ അത് കറങ്ങുന്നില്ല. ഈ ഒരു കോമ്പസിൻ്റെ കാര്യം മാത്രമാണ് കേട്ടോ ഞാൻ പറയുന്നത്. കറണ്ട് കൂടുന്തോറും കോമ്പസ് നീഡിൽ സ്റ്റാർട്ട്സ് ടു റൊട്ടേറ്റ് ഇൻ ദിസ് ഡിറക്ഷൻ. ക്ലിയർ ആവുണ്ട് വിചാരിക്കുന്നത്, റൈറ്റ്. നൗ ഇനി ഇദ്ദേഹം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഫെയിലിയർ അല്ലെങ്കിൽ ഇന്നൊരു മിസ്റ്റേക്ക് കൊണ്ട് ഇങ്ങനൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ കൊണ്ട് അല്ലെ നീഡിൽ ഇങ്ങനെ കറങ്ങണം എന്നുണ്ടെങ്കിൽ, മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളൊരു നീഡിൽ കറങ്ങണം എന്നുണ്ടെങ്കിൽ വേറെ മാഗ്നറ്റ് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ നീഡിൽ കറങ്ങാനുള്ള കാരണക്കാരൻ ഈ കണ്ടക്ടറാണ് വിച്ച് ഇസ് ക്യാരിയിങ് കറണ്ട് അല്ലേ. ദാറ്റ്സ് വാട്ട് ഹി സ്റ്റേറ്റഡ്. സോ ഹി സെഡ് ദാറ്റ് if this needle is rotating means there is a magnetic field which is produced by this current carrying conductor. Hence he stated that any current carrying conductor will have a magnetic field. അപ്പോൾ കുറച്ചും കൂടി അമർത്തി മനസ്സിലാക്കാൻ വേണ്ടി in place of one compass what he did, he placed a lot of compass, കുറേ കോമ്പസുകൾ വെച്ചു, റൈറ്റ്. മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, അങ്ങനെ ഒരുപാട് കോമ്പസുകൾ വെച്ച് അയാൾ, റൈറ്റ്. സോ വെൻ ഹി ഡ്രൂ ദ കോമ്പസ് നോർത്ത് ഡയറക്ഷൻ മാത്രം ശ്രദ്ധിക്കണം കേട്ടോ, അതെങ്ങനെ കറങ്ങി പോകുന്നതെന്ന്, റൈറ്റ്. ഇതിപ്പോൾ ഒന്ന് സ്പ്രെഡായി. സോ ഐ വിൽ ഡ്രോ ഇറ്റ് അഗെയിൻ ഫോർ മേക്കിംഗ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ആക്ച്വലി ഹാപ്പൻഡ് വിത്ത് ദ കേസ് ഓഫ് ദ കോമ്പസ്, മൾട്ടിപ്പിൾ കോമ്പസ്. അതായത് ഈ ഭാഗത്തെ കോമ്പസ് ഇങ്ങനെയാണ് ഇരുന്നത്, റൈറ്റ്. ദിസ് ഇസ് ദ നോർത്ത് ഡിറക്ഷൻ, ദിസ് ഇസ് ദ സൗത്ത് ഡിറക്ഷൻ. അടുത്ത കോമ്പസ് വെച്ചപ്പോൾ ഈ ഭാഗം ഇതൊന്ന് ചെരിഞ്ഞു, അതായത് നോർത്ത് ഒന്ന് സ്ലൈറ്റായിട്ട് ചെരിഞ്ഞു, ദിസ് ഇസ് സൗത്ത്. പിന്നെ ഇവിടേക്ക് വന്നപ്പോൾ എന്തായി, ഈ ഭാഗത്തേക്കായപ്പോൾ കിടന്നു, റൈറ്റ്, നോർത്ത് എന്ന് പറഞ്ഞിട്ട്. സോ ഞാൻ നോർത്തിൻ്റെ ഡയറക്ഷൻ മാത്രം നോക്കുകയാണെങ്കിൽ നോർത്തിൻ്റെ പോയിന്റുകൾ മാത്രം, ഈ എൻഡുകൾ മാത്രം ശ്രദ്ധിച്ച് നോക്കിയേ, ഇങ്ങനെ പോയി അല്ലേ, right. Then means every point if I connect the north it goes like this. നോർത്തുകൾ മാത്രം കേട്ടോ, സൗത്ത് അറ്റ് എ ടൈം നമ്മൾ നോക്കണമെന്നില്ല. അപ്പോൾ നോർത്തുകൾ മാത്രം പോകുന്ന വഴികൾ ചെരിഞ്ഞ് പോകുമ്പോൾ ഐ ക്യാൻ സേ ഒരു സർക്കുലർ ഫോമാണ് ഫോം ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആവുണ്ട് വിചാരിക്കുന്നു, റൈറ്റ്. വെൻ ഐ കണക്റ്റഡ് ഓൺലി ദ നോർട്ട്സ് ഓഫ് ദ compasses, multiple compasses which were kept on the table, you followed a circular path. ഇനി നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ പറ്റി ഒരു കോൺസെപ്റ്റ് അറിയണം. അപ്പോൾ എൻ്റെ കയ്യിലൊരു സാധാരണ ഒരു മാഗ്നറ്റിൻ്റെ 2 പീസാക്കി വെച്ചിരിക്കും. ഇത് വേറെ മാഗ്നറ്റിൻ്റെ പാർട്ട്, ഇത് വേറെ മാഗ്നറ്റിൻ്റെ പാർട്ടാണെന്ന് വിചാരിക്കട്ടോ. അപ്പോൾ നമുക്ക് എന്താ അറിയാം, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസുമായിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ആണ്. ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓൾവേസ് ഫ്ലോസ് ഫ്രം നോർത്ത് ടു സൗത്ത് അല്ലേ. ഒന്നുകൂടി ശ്രദ്ധിച്ചേ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓൾവേസ് ഫ്ലോസ് ഫ്രം നോർത്ത് ടു സൗത്ത്. ദാറ്റ് മീൻസ് ഇപ്പം ഞാൻ ഈ ഒരു കോമ്പസിൻ്റെ കേസ് മാത്രം നോക്കാം കേട്ടോ. എല്ലാത്തിൻ്റെ നോർത്തിൽ നിന്ന് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ പുറത്തേക്കാണ് പോകുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ നോർത്തിൽ നിന്ന് പുറത്തേക്കാണ് പോവുക, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ നോർത്തിൽ നിന്ന് പുറത്തേക്കാണ് പോകുക. അങ്ങനെയാണെങ്കിൽ ഈ ഫീൽഡ് ലൈൻസൊക്കെ കമ്പയർ ചെയ്തിട്ടാണോ വരയ്ക്കുകയാണെങ്കിൽ
goes in this direction. അപ്പോൾ ഇവിടെ ഞാൻ ഒന്ന് വരയ്ക്കുകയാണെങ്കിൽ when I darken it, right, the field lines moves in this direction. അല്ലേ? Right. Hope you understood what I meant. അല്ലേ? അപ്പോൾ കറണ്ട് ഇങ്ങനെ മുകളിലോട്ട് പോയപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് വന്നത്? ഇത്. Right, that is anti-clockwise. I will say anti-clockwise. When the current is moving upwards, the magnetic field lines due to this current carrying conductor is in this direction. ക്ലിയർ ആവുണ്ട് വിചാരിക്കുന്നത്. അപ്പോൾ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എപ്പോഴും എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ കറണ്ടിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും നമുക്ക് പറയാൻ കഴിയും. ആ പറയാൻ വേണ്ടിയിട്ടാണ് വി ഹാവ് ലേൺഡ് വിച്ച് ഇസ് നോൺ ആസ് റൈറ്റ് ഹാൻഡ് തംബ് റൂൾ. റൈറ്റ് ഹാൻഡ് തംബ് റൂൾ എങ്ങനെയാ? you have to use your right hand and where the thumb gives you the direction of what current. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷനിൽ തമ്പിനെ വയ്ക്കുക. then the rest of the fingers gives you the direction of magnetic field. അല്ലേ? അപ്പോൾ ഈ ഡയറക്ഷനിൽ എൻ്റെ കറണ്ട്. അപ്പോൾ ഏത് ഡയറക്ഷനിൽ നോക്കി, എൻ്റെ ഈ വിരൽ മാത്രം ശ്രദ്ധിക്കുക. ഏത് ഡയറക്ഷനിലേക്കാണ് ഫീൽഡ് ലൈൻസ് പോകുന്നത്? ഒന്ന് കണ്ടിന്യൂ ചെയ്ത് വരച്ച് നോക്കിയേ, ലൈക്ക് ദിസ്. റൈറ്റ്. അപ്പോൾ ഈ ഡയറക്ഷൻ എന്താ? നമ്മുടെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഒന്നുകൂടി ഇതാണ്. ഇനിയിപ്പോൾ ഫ്രണ്ടിലേക്ക് ആക്കുക. ഇതാണ് എൻ്റെ ഡയറക്ഷൻ. കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇസ് അപ്വേർഡ്സ് ലൈക്ക് ദിസ്. വെൻ ഐ ഹോൾഡ് ദ പെൻ, സോ തംബ് ഗിവ്സ് ദ ഡയറക്ഷൻ ഓഫ് ദ current, then the rest of the fingers gives the direction of field. അപ്പോൾ ഈ ഡയറക്ഷൻ അല്ലേ വരുന്നത്? നോക്കി, ഏത് ഡയറക്ഷൻ? ഇത്. അപ്പോൾ ഞാൻ കണ്ടിന്യൂ വർക്ക് ചെയ്യുന്നെങ്കിൽ എങ്ങനെ വരിക? റൈറ്റ്. ആൻഡ് വാട്ട് ഇസ് ദിസ് ഡയറക്ഷൻ? ദിസ് ഇസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ ഇനി ഇതേമാതിരി ഞാൻ ഇതേ റൂളിന് ഓപ്പോസിറ്റ്, അതായത് കറണ്ട് ഇപ്പോൾ എനിക്ക് താഴോട്ടാന്ന് വിചാരിക്കുക. അത് കറണ്ട് ഇസ് ഇൻ ഡൗൺവേർഡ് ഡിറക്ഷൻ. റൈറ്റ്. ഡൗൺവേർഡ് ഡയറക്ഷനിൽ വരുമ്പോൾ എങ്ങനെ എൻ്റെ ഫിംഗേഴ്സ് പോകുന്നത്? ഇങ്ങനെ അല്ലേ? സോ ദറ്റ് ഈസ് ഇങ്ങനെ. സോ ഐ വിൽ കണ്ടിന്യൂ ദിസ് ഡിറക്ഷൻ. ഈ ഡയറക്ഷൻ ദാറ്റ് ഈസ് ക്ലോക്ക് വൈസ് ഡിറക്ഷൻ. യു ഹാവ് ടു യൂസ് യുവർ പെൻ ആൻഡ് പേപ്പർ. ട്രൈ ടു ഡു ഇറ്റ് ബൈ സെൽഫ്. സോ ഇഫ് ഐ റീഡ്രോ ഓർ ഡ്രോ an another scenario, the same conductor, but the current is in downward direction, right? So the field lines for this current carrying conductor will be in clockwise direction. Clear? അപ്പോൾ ഇതിനു വേണ്ടി യൂസ് ചെയ്ത റൂൾ എന്താണ്? റൈറ്റ് ഹാൻഡ് തംബ് റൂൾ. ക്ലിയർ? റൈറ്റ് ഹാൻഡ് തംബ് റൂളിലെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടാവണം. അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഐ വിൽ ട്രൈ ടു റൈറ്റ് ഇറ്റ് ഓവർ ദ video itself. So write it down by hearted. Clear? I hope you understood what is right hand rule. Okay, now we'll go for the basic concept. Basic concept like നമ്മൾ തിരിയാണ് കേട്ടല്ലോ.